ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല പഴുത്ത മാമ്പഴം ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന രുചികരമായിട്ടുള്ളൊരു ഇലയടയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. ഇലയട തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഈ ഒരു വലിപ്പത്തിലുള്ള 2 മാങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് പഴുത്ത നല്ല മധുരമുള്ള മാങ്ങയാണിത്. മാങ്ങയുടെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് അത് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടും കൂടിയുണ്ട്. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നന്നായിട്ട് അരഞ്ഞു കിട്ടും കേട്ടോ. അപ്പോൾ അത് ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു മാംഗോൻ്റെ പൾപ്പ് 1.5 കപ്പ് അളവിലാണ് ഉള്ളത് കേട്ടോ. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കരയൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് അളവിലാണ് ശർക്കര എടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു സോസ് പാനിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ശേഷം ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം. നമുക്ക് എത്രത്തോളം മധുരം വേണമോ അതനുസരിച്ചിട്ട് ശർക്കരയുടെ അളവ് തീരുമാനിക്കാം. മാങ്ങയുടെ മധുരവും കൂടി ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ശർക്കര ഇവിടെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുത്ത് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് അളവിലാണ് ചിരകിയ തേങ്ങ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഒരു 1-2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ഉരുക്കിയിട്ട് അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കരപ്പാനി അങ്ങ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. പിന്നീട് ഇതിലേക്ക് 1 നുള്ള് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അടുത്തതായിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നീട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചുക്കിൻ്റെ പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ജീരകത്തിൻ്റെ പൊടിയൊക്കെ ഇഷ്ടമാണ് ചേർക്കാനെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇതെല്ലാതും ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. എന്നിട്ടിതൊന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് കൂടി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നും ചെറുതായിട്ട് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടിയൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1.5 കപ്പ് അളവിലാണ് അരിപ്പൊടി എടുത്തിട്ടുള്ളത്. വറുത്ത അരിപ്പൊടിയാണ്. അപ്പം, ഇടിയപ്പം, പത്തിരിക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് കേട്ടോ. അത് ഒരു കൈ വെച്ചിട്ട് ചേർത്ത് കൊടുക്കാം. മറ്റേ കൈ വെച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടും കൂടി എടുക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്നൊരു രീതി ആയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് എടുത്ത് മാറ്റി വെക്കാം. ഒരുപാട് കട്ടിയായിട്ടുള്ളൊരു മാവല്ല കേട്ടോ, കുറച്ചൊന്ന് ലൂസായിട്ടുള്ളൊരു മാവാണിത്. ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറി വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ ഒരു മാവിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും കുറച്ച് മാവൊന്ന് എടുക്കാം. കയ്യിലൊക്കെ ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ തേച്ച് കൊടുക്കാം കയ്യിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാനിവിടെ ഒരു വാഴയില എടുത്തിട്ടുണ്ട്. ആ വാഴയില ഒന്ന് വാട്ടിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വാട്ടിയിട്ട് എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അതിനുശേഷം ആ ഒരു സെൻറ്ററിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ടിത് നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് പരത്തിയെടുക്കുകയല്ല കേട്ടോ. ഈ ഒരു വാഴയില അങ്ങ് അടച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് എത്രത്തോളം തിക്നെസ് വേണമോ അതനുസരിച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. എല്ലായിടവും ഈവനായിട്ട് എത്തത്തക്ക രീതിയിൽ വേണം പ്രസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് വാഴയിലയിലല്ലാതെ വയണയിലയിൽ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. തെരളിയൊക്കെ ഉണ്ടാക്കത്തില്ല ആ ഒരു ഇലയിൽ. അപ്പോൾ കുറച്ചുകൂടി നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതെല്ലാതും ഇതുപോലെ തന്നെ ഞാനൊന്ന് റെഡിയാക്കി എടുക്കട്ടെ. അടുത്തതായിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. അതിനായിട്ട് ഇഡലി ചെമ്പിൽ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് ചെറിയ രീതിയിലൊന്ന് ആവി കയറി വന്നിട്ടുണ്ട്. ഇനി ഈ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഇലയുടെ എല്ലാതും ഇതിലേക്ക് വെച്ച് കൊടുക്കാം.
ഞാനിവിടെ വളരെ നൈസായിട്ടാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് എല്ലാതും പെറുക്കി വെച്ച് കൊടുക്കുന്നത്. ഇപ്പം തിക്കായിട്ടാണ് നിങ്ങൾ തയ്യാറാക്കി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ എല്ലാതും വെച്ച് കൊടുക്കരുത്. കുക്ക് ചെയ്ത് കിട്ടാൻ പാടായിരിക്കും കേട്ടോ. 2-3 തവണകളാക്കി വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ അതെല്ലാതും ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ 20 മിനിറ്റാണ് കുക്ക് ചെയ്തിട്ട് എടുക്കേണ്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. എന്നിട്ടിതൊന്ന് തുറന്നിട്ടും കൂടി നോക്കാം. അപ്പോൾ നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നെടുത്ത് പുറത്ത് വെക്കാം. അപ്പോൾ മാങ്ങ വെച്ചിട്ടുള്ള ഇലയുടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. എളുപ്പത്തിലും തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ നാട്ടിലിപ്പോൾ മാമ്പഴക്കാലമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. മാങ്ങ എടുക്കുമ്പം നാരുകളുള്ളത് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അഥവാ മാങ്ങ നാരുകളുള്ളതാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ പൾപ്പാക്കി എടുക്കുന്ന സമയത്ത് ഇതൊന്ന് അരിച്ചിട്ടും കൂടി എടുക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഇതുപോലുള്ള റെസിപ്പീസൊക്കെ നമ്മുടെ ചാനലിലുണ്ട്, മാമ്പഴം വെച്ചിട്ടൊക്കെ ഉള്ളത്. അപ്പോൾ എല്ലാവരും കയറി കണ്ടുകൂടി ഒന്ന് നോക്കണേ. നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന നല്ലൊരു 4 മണി പലഹാരമാണ്. അപ്പോൾ ആദ്യം ഒന്ന് മുറിച്ചിട്ടും കൂടി കാണിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.